നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുരസ്കാരം നേടിയ സന്തോഷത്തിൽ കളക്ടേഴ്സ് ഡ്രീം അംഗനവാടി സന്ദർശിച്ച് അർജുൻ പാണ്ഡ്യൻ. യുവാവിനെ ആക്രമിച്ച് മൊബൈൽ ഫോൺ കവർന്ന കേസിൽ സ്റ്റേഷൻ റൌഡി ബ്രാവോ എന്ന അനന്തകൃഷ്ണൻ അറസ്റ്റിലായി. നിർധന കുടുംബത്തിന് വീടൊരുക്കാനായി ബിരിയാണി ചലഞ്ച് നടത്തി നാട്ടിക എസ് എൻ കോളേജിലെ NSS വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. വനിതാ ശിശുവികസന വകുപ്പിന്റെ മികച്ച കളക്ടർക്കുള്ള അംഗീകാരം ലഭിച്ച തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എറവ് അഞ്ചാങ്കല്ലിലുള്ള കളക്ടേഴ്സ് ഡ്രീം അംഗനവാടി സന്ദർശിച്ചു. കുട്ടികൾക്കൊപ്പം സന്തോഷം പങ്കിടാനായി മിഠായിയും കളിപ്പാട്ടങ്ങളും കൊണ്ടായിരുന്നു കളക്ടറുടെ വരവ്. 2 പതിറ്റാണ്ടോളം വിവിധ സ്ഥലങ്ങളിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗനവാടി അഞ്ചാങ്കല്ലിലുള്ള ഹരിതകുളത്തിന് സമീപം നിർമ്മാണം തുടങ്ങിയെങ്കിലും പ്രദേശവാസിയുടെ എതിർപ്പ് മൂലം കോടതി സ്റ്റേ നൽകുകയായിരുന്നു. മനക്കൊടിയിൽ വായിക്കാം പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി അംഗനവാടിയിലെത്തിയ കളക്ടറോട് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി വിവരങ്ങൾ ധരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ സ്ഥലം സന്ദർശിച്ച ശേഷം കളക്ടറുടെ ഇടപെടലിൽ പ്രതിസന്ധികൾ മറികടന്ന് അംഗനവാടി കെട്ടിടം പണി തീർത്ത് തുറക്കുകയായിരുന്നു. ALMC മീറ്റിംഗിൽ വെച്ചാണ് അംഗനവാടിക്ക് വേണ്ടി പ്രവർത്തിച്ച കളക്ടറുടെ പേര് എക്കാലവും ഓർമ്മിക്കാൻ കളക്ടേഴ്സ് ഡ്രീം എന്ന് നൽകാൻ തീരുമാനിച്ചത്. അംഗനവാടിയിൽ നന്ദി സൂചകമായി എത്തിയ കളക്ടറെ പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ, വൈസ് പ്രസിഡന്റ് നവ്യ അഖിൽ, ജനപ്രതിനിധികളായ CP പോൾ, CG സജീഷ്, KR ബാബുരാജ്, ICDS സൂപ്പർവൈസർ ശ്രീവിദ്യ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും തൻ്റെ പ്രവൃത്തികളെ കാലാകാലം ഓർമ്മിക്കും വിധം അടയാളപ്പെടുത്തിയ അംഗനവാടി കാണാനും കൂടിയാണ് എത്തിയതെന്നും കളക്ടർ പറഞ്ഞു. ആക്ച്വലി ജില്ലയിൽ നടന്ന നല്ലൊരു ടീം വർക്കിൻ്റെ ഫലമായിട്ടാണ് ഈ അവാർഡ് കിട്ടിയത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും പിന്നെ ICDS ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരും അതിനേക്കാളും മേലെ നമ്മുടെ അംഗൻവാടി ടീച്ചർമാരും എല്ലാവരും കൂടെ ആയിട്ടുള്ള ജോയിൻ്റ് ആയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇവർ അംഗീകാരം കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ അംഗൻവാടികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താമെന്നുള്ള രീതിയിൽ ഭൂമി ഇല്ലാത്ത അംഗൻവാടികൾക്ക് ഭൂമി കണ്ടെത്താനും പിന്നെ എന്തെങ്കിലും തടസ്സങ്ങളിൽ നിൽക്കുന്ന അംഗൻവാടികളുടെ വർക്ക് മെച്ചപ്പെടുത്താനുമായിട്ട് എല്ലാ മാസവും നമ്മൾ റിവ്യൂ നടത്തുമായിരുന്നു, എല്ലാ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് ചേർന്നിട്ട്. താലൂക്ക് തലത്തിൽ ഇതുമായിട്ട് പ്രത്യേക സെല്ലുകൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പുറമെ തന്നെ നമ്മൾ വായിക്കാം പിന്നെ കുട്ടികളുമായിട്ടുള്ള പല പ്രോഗ്രാംസും നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല, പക്ഷെ എന്നാലും നല്ലൊരു ഇൻ്റർവെൻഷൻ നടത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇതിനായിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറം ശ്രീ കുമാരമംഗലം സമുദായം ക്ഷേത്രത്തിൽ തൈപ്പൂയം ആഘോഷിച്ചു. 4 മേഖലകളിൽ നിന്ന് വിവിധ താളവാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കാവടി ആഘോഷം ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. വൈകിട്ട് നടന്ന പകൽപൂരത്തിൽ 7 ഗജവീരന്മാർ അണിനിരന്നു. നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ശ്രീ കുമാരമംഗലേശ്വരന്റെ തിടമ്പേറ്റി. കൂട്ടിയെഴുന്നള്ളിപ്പിന് അകമ്പടിയായി കിഴക്കൂട്ട് അനിയന്മാരാർ, തൃപ്രയാർ അനിയന്മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ 75-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാഞ്ചാരി മേളവും ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി, ക്ഷേത്രം മേൽശാന്തി പ്രണവ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് പ്രമിത പ്രമോദ് തണ്ടയാമ്പറമ്പിൽ, സെക്രട്ടറി പ്രദീപ് കൊണ്ടേരി, ട്രഷറർ വിപിൻസിൻ V ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിന്റെ 115-ാം വാർഷികം ആഘോഷിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കുന്നത് നമ്മുടെ അധ്യാപകരാണ്. നമ്മുടെ നേട്ടങ്ങളിൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നതാണ്. നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട്. നമ്മുടെ എല്ലാ രീതിയിലുള്ള മുന്നോട്ട് പോക്കിലും
അവരുടെ ഊർജം എത്ര വലുതാണ് എന്നുള്ളത് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളുടെ ഘട്ടങ്ങളിൽ ഇപ്പോൾ SSLC പരീക്ഷ ജയിച്ചു വന്ന ടീച്ചർമാർ നമ്മളോട് സെൻറ്ററിലേക്ക് വെച്ച് ചോദിക്കും എന്തായി പോലെ അത് നമ്മൾ ജയിച്ചു എന്നറിയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കധികം നമ്മളുമായിട്ട് ഇഴയടുപ്പമുള്ളവരാണ് ടീച്ചർമാർ. അങ്ങനെയുള്ള ഒരുപാട് ടീച്ചർമാർ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളൊരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവരാണ്. അങ്ങനെ ടീച്ചർമാരെല്ലാവരും തന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഓർത്തെടുത്ത് പറയേണ്ട ഒരുപാട്. PTA പ്രസിഡന്റ് CS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ അഡ്വക്കേറ്റ് ഏബിൾ ചെറുമൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് എൻഡോമെന്റ് വിതരണവും വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജ സുജിത്ത് സമ്മാനദാനവും നിർവഹിച്ചു. LSS USS വിദ്യാർത്ഥികൾക്കായുള്ള പുരസ്കാര വിതരണവും മുൻ ഹെഡ്മാസ്റ്ററും ദേശീയ അവാർഡ് ജേതാവുമായ OJ ഷാജൻ മാസ്റ്റർ നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ്, CGM ചാക്കോ, MPTA പ്രസിഡന്റ് RH ഹാഷിഫ, അസിസി നഴ്സറി സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ശോഭ FSM, ട്രസ്റ്റി KA ഫ്രെഡി, ഫസ്റ്റ് അസിസ്റ്റന്റ് ജോളി T തോമസ്, സ്റ്റാഫ് പ്രതിനിധി എബ്രഹാം ബേസിൽ, സ്കൂൾ ലീഡർ മാസ്റ്റർ MR ഭഗത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. നാട്ടിക താണിശ്ശേരി വെൽവെട്ടിക്കാവ് തട്ടുപറമ്പിൽ മാറാട്ട് വേട്ടുവന്ത്ര ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവയെ തുടർന്ന് നാട്ടിക വടയേരി ധർമ്മദൈവ ക്ഷേത്രത്തിൽ നിന്നും കൊടിക്കൂറ എഴുന്നള്ളിപ്പ് നടന്നു. ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് പൂജകൾക്ക് ശേഷം ക്ഷേത്രം പ്രസിഡന്റ് ഷൈൻ സുരേന്ദ്രനാഥ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ക്ഷേത്രം ശാന്തിമാരായ അരുൺ, അമൽ എന്നിവർ മുഖ്യ കാർമ്മികരായി. തുടർന്ന് നാഗങ്ങൾക്ക് പാട്ട്, ഉച്ചപൂജ, വൈകിട്ട് ദീപാരാധന എന്നിവ നടന്നു. ക്ഷേത്രം സെക്രട്ടറി അഭിലാഷ് തട്ടുപറമ്പിൽ, ട്രഷറർ മിനി കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് ജ്യോതി തട്ടുപറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി വിജയരാഘവൻ തട്ടുപറമ്പിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഫെബ്രുവരി 4 അഖണ്ഡ നാമജപം, ഫെബ്രുവരി 6 രാവിലെ മുത്തപ്പന്മാർക്ക് കളം, ഉച്ചയ്ക്ക് ഭുവനേശ്വരി ദേവിക്ക് കളം, രാത്രി ഭദ്രകാളി ദേവിക്ക് കളം, ഫെബ്രുവരി 7 വൈകിട്ട് തൃപ്പാദം ഭജനസമിതിയുടെ ഭജൻസ്, ഫെബ്രുവരി 8 രാത്രി വിവിധ കലാപരിപാടികൾ, ഭുവനഭദ്ര ടീമിൻ്റെ കൈകൊട്ടിക്കളി, തുടർന്ന് മായാമോഹനം ടീമിൻ്റെ ഭജൻസും ഉണ്ടായിരിക്കും. ഫെബ്രുവരി 9 ക്ഷേത്ര മഹോത്സവം. ഉത്സവ ദിവസം രാവിലെ മഹാഗണപതി ഹവനം, ശീവേലി എഴുന്നള്ളിപ്പ്, വൈകിട്ട് 5 ആനകളോടുകൂടിയ പൂരം എഴുന്നള്ളിപ്പ്, കലം മയക്കൽ, ദീപാരാധന, വർണ്ണമഴ, ദേവാനന്ദ മേളങ്ങൾ, മഹാഗുരുതി, പുലർച്ചെ എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. ശുചിത്വ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ആദ്യഘട്ട ബയോബിന്നുകളുടെ വിതരണം ആരംഭിച്ചു.
പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മോഹനൻ മാസ്റ്റർ നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ 300 കുടുംബങ്ങൾക്കാണ് ബയോബിന്നുകൾ വിതരണം ചെയ്യുന്നത്. വീടുകൾ തന്നെ ജൈവമാലിന്യങ്ങൾ സംസ്കരിച്ച് വളമാക്കി മാറ്റുന്നതിലൂടെ പഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മികച്ച രീതിയിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഓരോ വീട്ടിലും ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായാണ് സബ്സിഡി നിരക്കിൽ ബയോബിന്നുകൾ നൽകുന്നത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഗെയ്ലി ഷാജി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് പാനാട്ടിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷജിത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷിജോ, വിവിധ വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യ നിർമ്മാർജ്ജനവും അതുപോലെ തന്നെ ക്ലീൻ വലപ്പാട് എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാന മുദ്രാവാക്യമാണ്. അതിൻ്റെയൊക്കെ കൂടി ഭാഗമാണ് ഇത്തരത്തിലുള്ള വേസ്റ്റ് ബിന്നുകൾ നമ്മൾ നൽകുന്നത്. ഈ വേസ്റ്റ് ബിന്ന് നൽകുന്നതിന് നല്ല തുടക്കത്തിലൊക്കെ തന്നെ നല്ല സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട്. ഇനിയും ആളുകളിലേക്ക് അത് എത്താനുണ്ട്. 500ഓളം പേർക്കാണ് നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏകദേശം 300ഓളം ആളുകളാണ് ഇതിന്റെ ഗുണഭോക്താക്കളാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അതിന്റെ പൈസ നേരത്തെ പറഞ്ഞ 1500 രൂപ വരുന്ന ഈ വേസ്റ്റ് ബിന്നെ നിങ്ങളുടെ 147 രൂപ ഗുണഭോക്തൃ വീതം അടച്ചുകൊണ്ട് നിങ്ങളിത് കൊണ്ടുപോവുകയും. ഇനിയൊരു ഇടവേള. അമ്മേ നാരായണ, ദേവി നാരായണ. നാട്ടിക തട്ടുപറമ്പിൽ മാറാട്ട് വേട്ടുവന്ത്ര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 8-ാം തീയതി വൈകിട്ട് 8 മണി മുതൽ നാടിനെ ഭക്തിയിൽ ആറാടിക്കാൻ മായാമോഹനം ഭജൻസ്. മായാമോഹനം ആത്മാവിൻ്റെ ദിവ്യ സംഗീതം. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്.
Sparsha Ayurvedic Clinic and Ayurvedic Beauty Parlor near South Petrol Pump, Tripura. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ശ്രീനാരായണ സുദർശന സമാജം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ ആഘോഷത്തോടനുബന്ധിച്ച് സെൻട്രൽ ശാഖയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിച്ചു. തുടർന്ന് മ്യൂസിക് മെഗാ നൈറ്റും നടന്നു. ചടങ്ങിൽ സമാജം പ്രസിഡന്റ് അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, സെക്രട്ടറി രാജേഷ് വേളേക്കാട്ട്, ട്രഷറർ സുമോദ് എറണാകുളത്ത്, വൈസ് പ്രസിഡന്റ് ജിതൻ ചോലയിൽ, ശാഖാ പ്രസിഡന്റ് അശ്വിൻ വാഴപ്പള്ളി, സെക്രട്ടറി രഘുലാൽ വടക്കുംചേരി, ട്രഷറർ ജിഷ്ണു വാഴപ്പള്ളി, മറ്റ് സമാജം ഭരണസമിതി അംഗങ്ങൾ, ശാഖാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് യുവാവിനെ ആക്രമിച്ച് മൊബൈൽ ഫോൺ കവർന്ന കേസിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ യുവാവിനെ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കിഴ്പ്പിളിക്കര ഏങ്ങാണ്ടി വീട്ടിൽ അനന്തകൃഷ്ണൻ എന്ന ബ്രാവോയെയാണ് അറസ്റ്റിലായത്. ജനുവരി 29-ന് ഊരകത്തെ വീട്ടിൽ കയറി അതിക്രമം നടത്തിയെന്നാണ് കേസ്. അന്തിക്കാട് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധികളായി 12 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ റിമാൻഡ് ചെയ്തു. നാട്ടിക ശ്രീനാരായണ കോളേജ് നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലെ ഭവന നിർമ്മാണ പദ്ധതിക്കായി ബിരിയാണി ചലഞ്ച് നടത്തി. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അനിത CT ഉദ്ഘാടനം ചെയ്തു. 5-ാം വാർഡ് മെമ്പർ സുബില പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ B ബബിത, PA വിഷ്ണു, NSS സെക്രട്ടറിമാരായ KS ആദിത്യൻ, MA ആരബി, B ശാന്തിനി, MH ആദർശ് എന്നിവർ നേതൃത്വം നൽകി. 2000 ബിരിയാണിയാണ് വിറ്റഴിച്ചത്. അപ്പോൾ വോളണ്ടിയേഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു അക്ഷീണ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബിരിയാണി ചലഞ്ച് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിച്ചേർന്നത്. ഇന്ന് പകുതിയിലധികം കുട്ടികളും ഈ ബിരിയാണി ചലഞ്ച് അവർ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കാനായിട്ട് പോയിരിക്കുകയാണ്. വലിയൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഒരു രാത്രിയും 2 പകലിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും അധ്വാനത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഇന്ന് ഈ ബിരിയാണി ചലഞ്ച് എന്ന് പറയുന്ന വലിയൊരു ഉദ്യമത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. തൃപ്രയാർ പാലത്തിൽ ഗുഡ്സ് പിക്കപ്പ് വാൻ ഇടിച്ച് 2 പേർക്ക് പരിക്ക്. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. തമിഴ്നാട് പഴനി സ്വദേശികളായ മുത്തുപ്പാണ്ടി, മുരുകൻ, മനോജ് കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃപ്രയാർ പാലത്തിന്റെ കിഴക്ക് ഭാഗത്തു നിന്ന് വന്ന വാഹനം നിയന്ത്രണം വിട്ട് തൃപ്രയാർ പാലത്തിന്റെ കൈവരിയിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ യുവാക്കളെ തൃപ്രയാർ എക്സ് പ്രവർത്തകർ വലപ്പാട് ദയ എമർജൻസി കെയർ സെന്ററിൽ പ്രവേശിപ്പിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചു. എടത്തിരുത്തി കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന യോഗം എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിതകുമാരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷാബി മുഹമ്മദ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മോട്ടോർ സ്ഥാപിക്കുന്നത് കൂടി കഴിഞ്ഞാൽ
കുറച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ മറ്റു പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ആ വെള്ളം നമുക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ചിറക്കൽ ചെറുപുഴ തോട് എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ തോടാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരറ്റത്തു നിന്നും വെള്ളം വിട്ടാൽ മറ്റേ അറ്റത്ത് വരെ അത് എത്തുന്ന വിധത്തിലുള്ള ഒരു സങ്കല്പത്തിന്റെ പുറത്താണ് നമ്മൾ ഇത് തുടങ്ങുന്നത്. അത് വെള്ളം വിടുമ്പോഴാണ് അതിന്റെ പ്രായോഗിക പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക. ആ തോടുകൾ നമുക്ക് നന്നായി നമുക്ക് ആഴവും വീതിയും ഒക്കെ കൂട്ടി കെട്ടി സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്വം കൂടി നമുക്ക് സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. പഞ്ചായത്തിനെ കൊണ്ട് മാത്രം കഴിയുന്ന ഒന്നല്ല. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് കാവടി ആഘോഷം നടന്നു. വിവിധ താളമേള വാദ്യങ്ങളോടെ കാവടി ആഘോഷം ക്ഷേത്രാങ്കണത്തിൽ എത്തി നിറഞ്ഞാടി. രാത്രി ചിന്തുപാട്ട്, ഭസ്മക്കാവടി എന്നിവ നടക്കും. നാളെ പ്രഭാത ശീവേലി, വൈകിട്ട് 3 ഗജവീരന്മാരെ അണിനിരത്തി പകൽപൂരം, വർണ്ണമഴ, പള്ളിവേട്ട, രാത്രിപൂരം എന്നിവയും ഉണ്ടായിരിക്കും. ഏക്കർ കണക്കിന് നെൽകൃഷി പാടശേഖരത്തെ തീപിടുത്തം തടയാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടിക നിയോജക മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പടവ് കമ്മിറ്റികളുടെ അശ്രദ്ധയാണ് തീപിടുത്തമുണ്ടാകാൻ കാരണമെന്ന് കർഷക കോൺഗ്രസ് ആരോപിച്ചു. നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബു ജോർജ് വടക്കൻ, സംസ്ഥാന സെക്രട്ടറി MP സജീവൻ, തൃശൂർ ജില്ലാ സെക്രട്ടറി സുധീർ പാടൂർ എന്നിവർ കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായ കോൾ മേഖല സന്ദർശിച്ചു. തുടർ നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബു ജോർജ് വടക്കൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പുരസ്കാരം നേടിയ സന്തോഷത്തിൽ കളക്ടേഴ്സ് ഡ്രീം അംഗനവാടി സന്ദർശിച്ച് അർജുൻ പാണ്ഡ്യൻ. യുവാവിനെ ആക്രമിച്ച് മൊബൈൽ ഫോൺ കവർന്ന കേസിൽ സ്റ്റേഷൻ റൌഡി ബ്രാവോ എന്ന അനന്തകൃഷ്ണൻ അറസ്റ്റിലായി. നിർധന കുടുംബത്തിന് വീടൊരുക്കാനായി ബിരിയാണി ചലഞ്ച് നടത്തി നാട്ടിക SN കോളേജിലെ NSS വിദ്യാർത്ഥികൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.